ഇന്ത്യൻ സേന പാകിസ്ഥാനിലെ കൊടും ഭീകരരുടെ താവളങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് ചില ബോംബുകൾ പറന്നു വന്നു. സോഷ്യൽ മീഡിയ വഴി എത്തിയ നുണ ബോംബുകൾ. അതിനെ നിലം തൊടാതെ പൊളിച്ചടുക്കി കൊടുത്ത ഒരു ഇന്ത്യൻ ഹീറോയുണ്ട്, മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് സുബൈർ. പാക് ഭീകരരെ തടഞ്ഞതിനെ തുടർന്ന് വെടിയേറ്റ് മരിച്ച ആദിൽ ഹുസൈനെയും പാകിസ്ഥാനുള്ള ഇന്ത്യൻ തിരിച്ചടി വിശദീകരിക്കാനെത്തിയ സോഫിയ ഖുറേഷിക്കും ഒപ്പം തിളക്കമുള്ള ഹീറോയിസം. ഇതേ മുഹമ്മദ് സുബൈർ പണ്ടും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തും മറ്റും BJP IT സെൽ പടച്ചുവിട്ട നുണകളെ ഫാക്ട് ചെക്കിങ്ങിലൂടെ രാജ്യത്തിന് മുന്നിൽ തുറന്ന് കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ കേസിൽ കുടുക്കിയപ്പോഴാണ് സുബൈർ അന്ന് വാർത്തകളിൽ ഇടം നേടിയത്. ഇന്നിപ്പോൾ അന്ന് തെറി പറഞ്ഞ സൈബർ ആക്രമണം നടത്തിയ BJPക്കാരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുകയാണ് സുബൈർ. സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് X കേന്ദ്രീകരിച്ചായിരുന്നു വ്യാജ പ്രചാരണം അരങ്ങേറിയത്. റഫേൽ യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു, ഇന്ത്യൻ പട്ടാളക്കാരനെ കൊന്നു, ശ്രീനഗറിലടക്കം പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി തുടങ്ങിയവയായിരുന്നു വ്യാജ പ്രചാരണങ്ങൾ. പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഗാസയിൽ നിന്നും സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നുമൊക്കെ ഉള്ളതായിരുന്നു. ഇതിനെ ഒറ്റയ്ക്ക് പൊളിച്ചടുക്കിയത് മുഹമ്മദ് സുബൈർ ആയിരുന്നു. തൻ്റെ ആൾട്ട് ന്യൂസ് എന്ന സ്വതന്ത്ര മാധ്യമ X പേജുകളിലൂടെയായിരുന്നു മുഹമ്മദ് സുബൈറിന്റെ പാക് നുണ ബോംബുകൾക്കെതിരായ ഈ ഒറ്റയാൾ പോരാട്ടം.